ഇന്ത്യയിൽ 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന മന്ത്രിസഭാ സമിതിയുടെ വിലയിരുത്തൽ. 2 മാസത്തെ പ്രകൃതിവാതകവും 45 ദിവസത്തേക്കുള്ള പാചകവാതകവും ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. 2 മാസത്തെ മാത്രം ക്രൂഡ് ഓയിൽ 60 ദിവസത്തേക്കുള്ളതുണ്ട്. മന്ത്രിസഭാ സമിതിയുടെ വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറെ നിയന്ത്രണങ്ങൾ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു, അതായത് രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നത്. പി ബസന്ത് വിശദാംശങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? യുദ്ധം എത്രമാത്രം നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ട് ഊർജ്ജ മേഖലയിൽ? ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു മന്ത്രിതല സമിതിയുണ്ട്, പശ്ചിമേഷ്യൻ ക്രൈസിസ് ഇത് ചർച്ച ചെയ്യുന്നതിനുള്ള. അവരുടെ യോഗത്തിന് ശേഷമാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിലും 45 ദിവസത്തേക്കുള്ള പാചകവാതകവും മാത്രമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 60 ദിവസത്തേക്കുള്ള പ്രകൃതിവാതകവും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം പരിഭ്രാന്തി വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. അതായത് ഒരു ആശങ്ക മാത്രമാണ്, അത് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള നിലപാട് സർക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഇപ്പോൾ 2 മാസത്തേക്കുള്ള സ്റ്റോക്കാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി കുറെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇന്ധന ഉപഭോഗം അത് കുറയ്ക്കൂ, വർക്ക് ഫ്രം ഹോമിലേക്ക് മാറൂ, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ. അതിപ്പം നേരത്തെ ഇങ്ങനെ നിർദ്ദേശമായിട്ടതാണ്, അതിങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കല്ല, അതൊരു നിയന്ത്രിതമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ? അതൊരു നിർദ്ദേശം മാത്രമായിരുന്നു. അതായത് എല്ലാവരും ഒരു ജാഗ്രത വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത്. അല്ലാതെ ഒരു ആശങ്കയുടെ ഒരു കണിക അതിലില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ കരുതൽ വേണം, ജാഗ്രത വേണം എന്നുള്ളതാണ്. കൂടുതൽ ചെലവുകൾ പാടില്ല, യാത്രകൾ ഒഴിവാക്കുക, ഇന്ധനം കരുതലോടെ ഉപയോഗിക്കുക, വിദേശ യാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ പരാമർശം അതുമായി ബന്ധപ്പെട്ടതെന്ന് മാത്രമായി കണ്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. പ്രകൃതിവാതകം ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ ഇനി 2 മാസത്തേക്കുള്ളത് മാത്രമാണ് രാജ്യത്തുള്ളത് എന്നുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത മതി എന്നുള്ളതാണ് അറിയിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി, അതായത് നമ്മൾ കുറച്ചുകൂടി കരുതലോടെ ഇരിക്കണം യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ കണക്കുകൾ കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. മന്ത്രിസഭാ സമിതിയുടെ വിലയിരുത്തലുകളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. പാചകവാതകം 45 ദിവസത്തേക്ക് മാത്രമെന്നൊക്കെ അറിയുന്നു. ഇപ്പോൾ തന്നെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാം. ഇനി എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കും രാജ്യം എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്.